വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റബീഉൽ അവ്വൽ. ആ മാസത്തെ വരവേൽക്കാൻ മുസ്ലിം ലോകം കാത്തിരിക്കുകയാണ്. കാരണം ചിത്രമില്ലാതെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ ബിംബങ്ങളില്ല, ആ വ്യക്തിയുടെ ഫോട്ടോകൾ ഇല്ല, മറിച്ച് ആ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ചലനവും ഓരോ ദിവസവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ നേതാവിൻ്റെ ഉമ്മയാരാണ്, ഉപ്പയാരാണ്, വലിയുപ്പയാരാണ്, വലിയുമ്മയാരാണ്, വലിയുപ്പയുടെ ഉപ്പ, അവരുടെ ഉപ്പ, ആ പരമ്പര, മക്കൾ, പേരമക്കൾ, ആ മക്കളിൽ നിന്ന് ഇന്ന് വരെ നിലനിൽക്കുന്ന മക്കളുടെ പരമ്പര, അതെല്ലാം ചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുമ്പോൾ ആ വ്യക്തിയെ അടുത്തറിയാൻ ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? അങ്ങനെ ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസപ്രകാരം ഇല്ല എന്നതാണ് മറുപടി. അതുകൊണ്ട് അതൊരു സാധാരണ മനുഷ്യൻ അല്ല. എല്ലാ കല്ലും ഒരുപോലെയല്ല. ചില കല്ലുകൾ മാണിക്യമാണ്. അതുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഒരു മനുഷ്യൻ എല്ലാം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന നന്മകളുടെ വലിയ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ മറ്റുള്ളവർക്ക് അറിയിച്ച് കൊടുക്കാൻ, ആ പാത എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി കൊടുക്കാൻ, അത് പിന്തുടരാൻ, അത് മാതൃകയാക്കാൻ ലോകം ആഗ്രഹിക്കുകയാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ നേതാവ് കൊണ്ടുവന്ന സംസ്കാരം ഇന്നും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, പ്രസക്തിയുള്ളതാണ്. പാവപ്പെട്ടവരുടെ വിഷയങ്ങൾക്കാണ് മുൻഗണന. സ്ത്രീകൾക്ക് ഉയർന്ന പരിഗണന നൽകിയിരിക്കുന്നു. ചൂഷണങ്ങളെ എല്ലാ അർത്ഥത്തിലും വെറുക്കുന്നു. ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സന്ദേശവുമായി വന്ന, മനസ്സിൽ രാജാവിനെ പോലെ കഴിയുന്ന തിരുദൂതർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കാൻ, മദ്ഹ് പറയാൻ, മൗലിദ് പാരായണം ചെയ്യാൻ, ആ നേതാവിൻ്റെ ഗുണഗണങ്ങൾ ഗദ്യത്തിലൂടെ, പദ്യത്തിലൂടെ പറയാൻ, പ്രചരിപ്പിക്കാൻ, ആസ്വദിക്കാൻ ലോകം കാത്തു നിൽക്കുന്ന സമയമാണ്. അടുത്തെത്തിയിരിക്കുന്നു അത്. ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുക എന്നത് സർഗശേഷിയുള്ള എല്ലാവരുടെയും സ്വഭാവമാണ്. സർഗശേഷിയില്ലാത്തവർ പാടുന്നില്ലെങ്കിൽ, പറയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ഏതോ ചില പോരായ്മകളാണ്. പോരായ്മകളില്ലാത്ത, സർഗശേഷിയുള്ള, പറയാനും പാടാനും ആഗ്രഹിക്കുന്ന, കേൾക്കാനും ആസ്വദിക്കാനും താല്പര്യമുള്ള ആളുകൾ റബീഉൽ അവ്വലിനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആ സന്ദർഭം ഓരോ വീട്ടിലും, ഓരോ ഓഫീസിലും, ഓരോ കുടുംബത്തിലും, നാൽക്കവലകളിലും ആ ലീഡറെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആചരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അതാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്ന റബീഉൽ അവ്വൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ നേതാവിനെ കൂടുതൽ അറിയാൻ, സ്നേഹിക്കാൻ, പിന്തുടരാൻ, ആ നേതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ, ശഫാഅത്ത് നാളെ പരലോകത്ത് ലഭിക്കാൻ, ആ നേതാവിനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.